നമുക്ക് ഇനിയും നോക്കാം. സാറേ, ഷക്കീറാന്ന് പിങ്ക് പോലീസിൻ്റെ. നേരത്തെ വിളിച്ചിട്ട് പിങ്ക് പോലീസിൻ്റെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിനി. ആ കുട്ടികൾ കല്ലെറിഞ്ഞ് എൻ്റെ ചോര പൊടിഞ്ഞ് അതിൻ്റെ തലേന്ന് എന്നെ പിടിച്ച് ഉന്തിയിട്ട് എൻ്റെ കഴുത്ത് ഉളുക്കി. ഞാൻ വീണിട്ടില്ല, എന്നെ ബാക്കിൽ നിന്ന് വന്നിട്ട് ഒരൊറ്റ ഉണ്ട്. നായൻ്റെ മോനെ, നിന്നെ അമ്മ പുരക്കേറി അടിക്കൂ, നിൻ്റെ ഓളിയും പെങ്ങളി നിൻ്റെ ഓളിയും മക്കളെയും ഞമ്മ വിടൂല. എന്താ വേണ്ടി പറ. ഇല്ലെങ്കിൽ തലശ്ശേരി കോടതി പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ സുപ്രീം കോർട്ട് വരെ പോകും. 112 ഇരിക്കേണ്ട. പിന്നെ നോക്ക്, പിങ്ക് പോലീസ് വരോ ഇല്ലയോ? എപ്പോൾ? ഞാനിപ്പോൾ ഇവിടുന്നുണ്ട്. എത്ര ഇനിയിപ്പോൾ രാത്രി 8 മണിക്ക് ശേഷം പിങ്ക് പോലീസ് വരൂല. LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ഐ ആം എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. പറഞ്ഞോളൂ സാറേ. എൻ്റെ 2 FIR ഇട്ടാൽ വിചാരിച്ചാൽ ഞാൻ കൊള്ളക്കാരനാകോ? കോടതി തീരുമാനിക്കണ്ടേ? പഴയങ്ങാടി മാട്ടൂല്, കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഇരണാവ് കട്ട് ചെയ്തിട്ട് മാട്ടൂലേക്ക് എളുപ്പത്തിൽ വരാം. പക്ഷേ കണ്ണൂരിൽ നിന്ന് പിങ്ക് പോലീസ് വരുന്നുണ്ടെങ്കിൽ പഴയങ്ങാടി ടച്ച് ചെയ്യണ്ട. അവർ വരില്ല എന്ന് പറഞ്ഞ്, വനിതാ പോലീസ് ഇല്ല എന്ന് പറഞ്ഞ്, അത് ഞാൻ വീട് ഇപ്പോൾ യൂട്യൂബിലിടും, ഇൻസ്റ്റയിലിടും, എല്ലാം ഉണ്ട് എൻ്റെ അടുത്ത്. ഓറ് വരൂല. വനിതാ പോലീസ് കുട്ടികളെ നോക്കണമെങ്കിൽ വനിതാ പോലീസ് തന്നെ വരണമല്ല. മെയിൽ പോലീസ് വന്നുകൂടാല. 18 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾ, അങ്ങനെയല്ല നിയമോ. മെയിൽ പോലീസ് വന്നുകൂടാ. അപ്പോൾ ഇന്നലെ ഈ രാമായണത്തെ ചോദിയിട്ട് പിന്നെയും പ്രശ്നമായ ഫ്ലെക്സ് കെട്ടുന്ന കുട്ടികൾ റോഡിലാണ് കെട്ടുന്നത്. പക്ഷേ ആ കുട്ടികൾ അതിന് മുന്നേ ആ കുട്ടികളെ എൻ്റെ മുന്നിൽ പള്ളിയുണ്ട്. ആ പള്ളിയിൽ കുട്ടികൾ താമസമുണ്ട്. അപ്പോൾ ആ പള്ളിയിലെ കുട്ടികളും ഈ കുട്ടികളും എൻ്റെ വീട്ടിൽ പെൺകുട്ടികളില്ലോണ്ട് എത്തി നോക്കൂ. ആ പള്ളിയിൽ നിന്ന് ജനലിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ